ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച ലാലേട്ടൻ വന്നുവല്ലോ. ലാലേട്ടൻ്റെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലാലേട്ടൻ വന്നിട്ട് പോയ ആഴ്ച ലാലേട്ടൻ എലിമിനേഷൻ ചെയ്തത് രഞ്ജിത്തിനെയല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ എലിമിനേഷൻ ചെയ്തു, എന്നിട്ട് ഏഴ് പണിയെന്ന് പറഞ്ഞു. ഈ ആഴ്ച അങ്ങനെ ചെയ്തില്ല. അതെന്തുകൊണ്ടാണ്? ലാസ്റ്റിലായിരുന്നു ചെയ്തത് ഈ ആഴ്ച. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. പണിപ്പുരിയിലൊരു ടാസ്ക് ഉണ്ടായിരുന്നുവല്ലോ. പണിപ്പുരിയിലെ ടാസ്ക് അനീഷ് ചെയ്തിട്ട് ഭയങ്കര കൊളവാക്കിയിട്ട് ഒരു ടാസ്ക് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. ആ ടാസ്കിന് പകരം ലാലേട്ടൻ വീണ്ടും ഒരു ടാസ്ക് കൊടുത്തു. സ്റ്റാർ ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണോ അവർക്ക് വന്നിട്ട് സ്റ്റാർ ഇടാൻ പറഞ്ഞു. അത് വന്ന് കിട്ടിയത് ജിസൈലിനാണ്. ജിസൈലിന് ഫസ്റ്റ് കിട്ടി. ജിസൈലിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ ഈ സ്റ്റാർ കൊടുത്തതിന് ശേഷമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവരും ജിസൈലിന് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യേണ്ടത്ര ജിസൈൽ നമുക്ക് ഈ മൊത്തത്തിൽ കാണുമ്പോൾ ഒന്നും അറിയുന്നില്ല. എല്ലാവരും പറയുമ്പോഴാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അനീഷിനായിരുന്നു സെക്കൻഡ് കിട്ടിയത്. പിന്നെ നെവിന് ഒരു പണിഷ്മെന്റ് ഉണ്ടായിരുന്നുവല്ലോ. ലാലേട്ടൻ നെവിൻ പണിപ്പുര വീട്ടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ ഒരു പണിഷ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നെവിന് ഇപ്പോൾ പണിപ്പുര വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ലാലേട്ടൻ വീണ്ടും നെവിനെ അങ്ങോട്ടേക്ക് വിട്ടു. അതിൻ്റെ ഉള്ളിൽ പോയതുമേ നെവിൻ പേടിച്ചു. കാരണം അതിലൊരു റോബോ ആയിരുന്നു ഉണ്ടായിരുന്നത്. നെവിൻ വിചാരിച്ചു എന്തൊക്കെയൊക്കെയോ ഒരു പ്രതീക്ഷയിലായിരുന്നു പണിപ്പുര വീട്ടിലേക്ക് പോയത്. അവിടെ പോയിട്ട് റോബോനെ കണ്ടതുമേ പേടിച്ച് വന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആരാണെങ്കിലും ഇങ്ങനെ ഒരു റോബോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന്. ആ റോബോന്റെ പേര് വന്നിട്ട് സ്പൈക്കുട്ടെന്നായിരുന്നു. ആ റോബോനെ കൊണ്ടുവന്ന് എല്ലാവർക്കും കാണിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇടയ്ക്കിടയ്ക്ക് റൂമിലേക്ക് വരുമോ അത്ര. ഇനി എല്ലാ കാര്യങ്ങളും ഇവരെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് ലാലേട്ടനോട് ആ റോബോ പറയും. അതിനാണ് റോബോനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. സരികയും ഒനിയിലും ഡെൻ റൂമിലേക്ക് പോയല്ലോ. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് റൂമിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അനിമോള് പറഞ്ഞുവല്ലോ, അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും വന്ന് അവരെല്ലാവരും ജിസൈലിന്റെ ബോയ് ഫ്രണ്ടാണെന്ന്. ഈ ഒരു ഷോയിൽ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ? ഇങ്ങനെയുള്ള ഒരു വാക്കുകൾ വിടുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ തന്നെ എന്താണെന്ന് വിചാരിക്കും. ഒരു ഷോ അല്ലേ അത്. അനുമോളെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മനസ്സിലായില്ല. വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ വന്നിട്ട് അനീഷും ഷാനവാസും വന്ന് ഭയങ്കര പ്രശ്നമായി. കാരണം വന്നിട്ട് അനീഷ് ഷാനവാസിനോട് മരവാഴ എന്ന് പറഞ്ഞു. അത് ഷാനവാസിന് ഭയങ്കര ഹേർട്ടായി. ഷാനവാസ് എന്ത് ചെയ്ത് അവിടെയുള്ള പില്ലോ എടുത്തിട്ട് അനീഷിന്റെ മേലെ ഒറ്റ വീശ്. അനീഷ് തിരിച്ചങ്ങോട്ടേക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പില്ലോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുണ്ടായിരുന്നു. ലാസ്റ്റ് ഷാനവാസിന് ഭയങ്കര കഷ്ടമായി. ചെയർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെടുത്തിട്ട് വീശാൻ പോകണം. ഇതായിരുന്നു വെള്ളിയാഴ്ച നടന്ന എപ്പിസോഡ്. പക്ഷെ അതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ഒന്നുമേ പറഞ്ഞില്ല. എന്താ പറഞ്ഞില്ല എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതൊക്കെ പറയേണ്ടതല്ലേ. പിന്നെ ബിൻസി ആയിരുന്നു എലിമിനേഷനായി പോയത്. പക്ഷെ ബിൻസി പോകുന്ന പ്രതീക്ഷിച്ചേ ഇല്ല. പാവം വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു. ആവുന്നതും കൺട്രോൾ ചെയ്തു. ലാലേട്ടൻ്റെ അവിടെ പോയപ്പോൾ വീണ്ടും എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച് ബിൻസി കരയുന്നുണ്ടായിരുന്നു. എത്ര പ്രതീക്ഷയിലാണ് ബിഗ് ബോസിലേക്ക് വന്നത്. ഇത്ര പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നു വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ബിൻസി വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ പോയി തന്നെ ആവണമല്ലോ. അല്ല, ബിൻസി പെട്ടെന്ന് പോകുന്നു പ്രതീക്ഷിച്ചില്ല. ഇതായിരുന്നു ഇന്ന് എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.